ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കുകൾ എത്രത്തോളമായി എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തുറവൂർ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് അരൂരിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുറവൂർ അമ്പലത്തിൻ്റെ അടുത്താണ്. ഈ കാണുന്നതാണ് തുറവൂർ അമ്പലവും അമ്പലക്കുളവും. ഈ ഒരു പോർഷനിലൊന്നും ലാൻഡിങ്ങിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് തുറവൂർ വെസ്റ്റ് UP സ്കൂൾ. ഈ താഴെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഡ്രെയിനേജ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ പില്ലറിനടുത്തുള്ള ഡിവൈഡറിൻ്റെ വർക്കുകളും പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയായിട്ട് നിൽക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ റോഡ് ടാറിങ്, വേസ്റ്റായിട്ട് കിടക്കുന്ന മണ്ണുകളെല്ലാം റിമൂവ് ചെയ്യുക തുടങ്ങിയ ചെറിയ ചെറിയ പണികൾ ഒരുപാട് പെൻഡിംഗ് ഉണ്ട്. ഇതുകൂടാതെ എലിവേറ്റഡ് ഹൈവേയിൽ മഴവെള്ളം എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് താഴേക്ക് ഒഴുകി പോകാനുള്ള പൈപ്പുകളെല്ലാം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ 12.5 കിലോമീറ്റർ ദൂരത്തിലും ഏറിയ പങ്ക് സ്ഥലങ്ങളിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ പെയിന്റിംഗ് വർക്കുകൾ തുടങ്ങാനുണ്ട്. ഈ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ച് വർക്കേഴ്സ് ഇതിന് മുകളിൽ കയറി നിന്ന് സിമന്റ് അടർന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അടയ്ക്കുന്നതും നമുക്ക് കാണാം. സമാനമായ രീതിയിൽ പില്ലറുകളിലും ഇതുപോലെയുള്ള വർക്കുകൾ നടത്തുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തുറവൂരിലേക്ക് പോകുന്ന ഭാഗത്തുള്ള റാമ്പ്. ഇനി ക്യാമറ ഒന്ന് തിരിച്ച് പുറകിലേക്കുള്ള വ്യൂവും കൂടെ. ഈ ഒരു ഏരിയയിലെല്ലാം ഡ്രെയിനേജിന്റെ വർക്കുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. തൊട്ടിപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. ക്യാമറ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എറണാകുളം സൈഡിലേക്കാണ്. ഈ ഒരു മെഷീന്റെ സഹായത്തോടെയാണ് വർക്കേഴ്സ് മുകളിലേക്ക് കയറുന്നതും പെയിന്റ് അടിക്കുന്നതും ബാക്കി വർക്കുകളൊക്കെ ചെയ്യുന്നതൊക്കെ. ഈ ഒരു ഏരിയയിലായിരുന്നു സ്പാനുകൾ ഘടിപ്പിക്കാനായി ബാക്കി ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു ഏരിയയാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് ഏറ്റവും ദുർഘടമായി തോന്നിയിട്ടുള്ള ഏരിയ. കുത്തിയതോട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. 2 കമ്പികൾ മുകളിൽ നിന്ന് താഴേക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ദുർഘടമാണെന്നുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്തെല്ലാം ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ ദുർഘടമായ എക്സ്പീരിയൻസുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലൂടെയാണ് ഇങ്ങനെയുള്ള ഓരോ പുരോഗമനവും ഉണ്ടാകുന്നത്. നാളെ ഈ റൂട്ടിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ നമ്മൾ ആരും ഇത് ഓർക്കുകയില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ 3-3.5 വർഷത്തോളം ഈ ഒരു റോഡ് പണിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. വലിയ വലിയ ട്രാഫിക്കുകൾ മണിക്കൂറുകളോളം കിടക്കുകയും ഒത്തിരി തൊഴിലാളികളുടെ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളും ഒക്കെ ചേർന്നാണ് ഈ സ്വപ്ന പദ്ധതികളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നത്. എരമല്ലൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ട്രാഫിക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് വലിയകുളങ്ങര ശ്രീ ശാസ്താ ക്ഷേത്രം. ഇവിടെയൊക്കെ നമുക്ക് പില്ലറുകൾക്കിടയിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പെയിന്റിംഗ് വർക്കുകളും കൂടാതെ ഡ്രെയിനേജിന്റെ വർക്കുകളുമെല്ലാമാണ് ഈ ഒരു ബ്ലോക്കിന് കാരണമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡ്രെയിനേജിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് ചന്തിരൂർ ഭാഗത്തെ റാമ്പിന്റെ വർക്കുകൾ ഒന്ന് കാണാം. ഇവിടെ റാമ്പിന്റെ വർക്കുകൾ ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഉറപ്പിക്കുക, ടാർ ചെയ്യുക എന്നുള്ളതാണ് ഇനി തീർക്കാനുള്ള പണികൾ. തുറവൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ റോഡ് യൂസ് ചെയ്തു വേണം എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് താഴെയുള്ള റോഡിലേക്ക് ഇറങ്ങുവാൻ. ഇതിനോട് ചേർന്ന് ഒരു ക്ഷേത്രമുണ്ട്, വടക്കേവെളി ശ്രീധർമ്മക്ഷേത്രം. നിങ്ങൾ ഇതിന്റെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നിടണേ. ഇവിടെയൊക്കെ ഇനി പെയിന്റിങ്ങിന്റെയും മീഡിയന്റെയും വർക്കുകളൊക്കെയാണ് പൂർത്തിയാകാനായി ബാക്കിയുള്ളതായി കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഇനിയും ഡ്രെയിനേജിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനായി കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തീരും. ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് സ്പാനുകളുടെ വർക്കുകൾ ഇനിയും പൂർത്തിയാവാൻ ബാക്കിയുള്ളത്. ഇതിന്റെ മുകളിലൂടെ 110 kV ഇലക്ട്രിക് ലൈൻ പോകുന്നതാണ് ഈ ഒരു വർക്കിംഗിന്റെ കംപ്ലീഷനായി തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യം. ഇത്രയും കൂടി വർക്കുകൾ പൂർത്തിയായാൽ എലിവേറ്റഡ് ഹൈവേയുടെ ടാറിംഗ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ 95% കഴിഞ്ഞുവെന്ന് നമുക്ക് പറയാം. എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലും ടാറിംഗ് വർക്കുകളെല്ലാം നല്ല തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് എറണാകുളം സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ള അവസാനത്തെ റാമ്പ്. ഇവിടെ റാമ്പിന്റെ ലാൻഡിംഗ് പോർഷന്റെ വർക്കുകളൊന്നും പൂർത്തിയായിട്ടില്ല. ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോൾ കൊച്ചിയിലേക്കുള്ള റോഡും വലത്തോട്ട് തിരിയുന്നത് എടപ്പള്ളിയിലേക്ക് പോകുന്ന റോഡുമാണ്. ഈ 12.5 കിലോമീറ്ററിന്റെ അരൂർ ഭാഗത്തെ അവസാനത്തെ റീച്ചാണ് ഇത്. ഇതൊക്കെയാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിന്റെ പുരോഗതികൾ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.